സമസ്തക്ക് രാഷ്ട്രീയമില്ല എന്ന് പറഞ്ഞാൽ മുസ്ലിം സമുദായത്തിന്റെ നവോത്ഥാന മുന്നേറ്റത്തിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്ത സമസ്ത എന്തുകൊണ്ടൊരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയില്ല? അത് മുസ്ലിം ലീഗ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് നമുക്കത് ആവശ്യമില്ല. മുസ്ലിം ലീഗ് എന്തുകൊണ്ട് വിദ്യാഭ്യാസ ബോർഡ് ഉണ്ടാക്കിയില്ല? അത് സമസ്ത ചെയ്യുന്നുണ്ട്, നമ്മൾ അതിൽ ഇടപെടണ്ട. ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് ശ്രമം നടത്തിയ മുസ്ലിം ലീഗ് മതവിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് വേണ്ടി ശ്രമം നടത്തുമ്പോൾ അത് സമസ്തയെ അതിൽ ചേർത്തി. ബാഫക്കിത്തങ്ങളും പൂക്കോയത്തങ്ങളും കോട്ടമലസ്താദിനെയും ഷംസുലമയെയും അക്കാദമിക ഉത്തരവാദിത്വം ഏർപ്പെടുത്തി ജാമിയ നൂരിയ ഉണ്ടാക്കുന്നു. ദാറുൽ ഹുദ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി ഉണ്ടാക്കുമ്പോൾ അതിന്റെ ആദ്യത്തെ വർക്കിംഗ് കമ്മിറ്റികളിലൊക്കെ ഒരുപാട് ലീഗിന്റെ നേതാക്കന്മാരായ ആളുകളാണ്. എന്താ അതങ്ങനെയാണ്. അങ്ങനെയാണ് സമുദായത്തിന്റെ രീതി എന്ന തിരിച്ചറിവാണ്. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയുക. 1994 ഗുരുവായൂരിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ലീഗ് പ്രതിസന്ധിയിലാണ്. സമദാനി സാഹിബ് തോറ്റുപോകുമെന്ന സാഹചര്യത്തിൽ KV ഉസ്താദ് പ്രസ്താവന നടത്തുകയാണ്, സമദാനിയെ വിജയിപ്പിക്കുക. സമുദായത്തിന്റെ വികാരം പോലും ലീഗിനെതിരെയായിരുന്ന ആ ബാബരി മസ്ജിദ് തകർച്ചയുടെ പ്രക്ഷുബ്ധ കാലത്ത് പോലും ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ ഇപ്പൊ ലീഗിന് നമ്മളൊന്ന് പിന്തുണക്കേണ്ടത് ആവശ്യമുണ്ട്. അതൊന്ന് പറയാനെങ്കിലും നമ്മൾ തയ്യാറാവണം. KV ഉസ്താദ് തയ്യാറാകുന്നു, പ്രസ്താവന നടത്തുന്നു. ഇത് നമ്മുടെ ഒരു സംസ്കാരമാണ്. MDP ഉണ്ടാക്കി. 1980കളിൽ CH മുഹമ്മദ് ഖായി സാഹിബ് മരണപ്പെട്ടതിന് ശേഷം മഞ്ചേരിയിൽ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. എന്റെ വന്ധ്യപിതാവ് തങ്ങളെ കാണാൻ വേണ്ടി വന്നു. തങ്ങൾ പറഞ്ഞു മൗലവിമാരൊക്കെ അപ്പുറത്താണ്. അപ്പോ ആ പറഞ്ഞു എനിക്ക് ഒരു മൈക്ക് കെട്ടി തന്നാൽ മതി, ഞാൻ പ്രസംഗിച്ചോളാറ്. തങ്ങൾ ഏർപ്പാട് ചെയ്തു. മഞ്ചേരി മണ്ഡലത്തിലുടനീളം ആനമങ്ങാട് പ്രസംഗിക്കാൻ വോട്ട് ചോദിക്കുന്നില്ല. പയ്യനാടെത്തി. അവിടെ KC ജമാലുദ്ദീൻ മുസ്ലിയാർ വലിയ സ്റ്റേജൊക്കെ കെട്ടിയിട്ടുണ്ട്, ഒരുപാട് ആള് കൂടിയിട്ടുണ്ട്. അപ്പൊ MDPയുടെ സ്ഥാനാർത്ഥി മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി അല്ല എന്ന് പറയാനാണ് പാപ്പ പ്രസംഗിക്കുന്നത്. പ്രസംഗം ഇങ്ങനെ അവസാനിക്കുകയാണെന്ന് കണ്ടപ്പോ KC ജമാലുദ്ദീൻ മുസ്ലിയാർ പിന്നെന്ന് വിളിച്ചു പറയാണ്, ആനമങ്ങാട് കുഞ്ഞിപ്പൂന് വോട്ട് ചെയ്യണമെന്ന് പറയും. കുഞ്ഞിപ്പൂ എന്ന് പറഞ്ഞാൽ ഇസാക്കുരിക്കൾ. അത് മൈക്ക് കൂടി എല്ലാവരും കേട്ടു. ആരാ KC ജമാലുദ്ദീൻ മുസ്ലിയാർ എന്നൊക്കെ പറഞ്ഞാൽ വലിയ ഹദീസ് പണ്ഡിതനല്ലേ, ജാമിയയിലെ ഉസ്താദ്, നന്ദിയിലെ ഉസ്താദ്. അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരെത്ര വലിയ ആളുകളാണ്. അതുകൊണ്ട് നമുക്കൊക്കെ ഒരു തിരിച്ചറിവുണ്ടാവുക. നമുക്ക് സമസ്ത വേണം, അത് നമ്മുടെ നെഞ്ചകത്ത് ശക്തമായി ഉണ്ടാവണം. നമുക്ക് പാണക്കാട് തങ്ങൾ വേണം, നമ്മുടെ നെഞ്ചകത്ത് ശക്തമായി ഉണ്ടാവണം. നമുക്ക് മുസ്ലിം ലീഗ് വേണം, നെഞ്ചകത്തുണ്ടാവണം.